കോഴിക്കോട്, മലപ്പുറം, വയനാട് 3 ജില്ലകളിലായി പരന്നു കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വയനാട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് ഇപ്പോൾ പടക്കളം എത്തി നിൽക്കുന്നത്. വയനാടിൻ്റെ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ, പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങൾ എങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കും എന്നുള്ളതാണ് വയനാടിൻ്റെ ഈ പൗരാവലി കൽപ്പറ്റയിലെ ചുണ്ടയിൽ വെച്ച് നടത്തുന്ന ഈ പടക്കളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പടക്കളത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ KL പൗലോസ്, കോൺഗ്രസ്; ശ്രീ CK ശശീന്ദ്രൻ, CPIM; ശ്രീ K സദാനന്ദൻ, BJP. ശ്രീ പൗലോസ്, താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുമാണല്ലോ. അതായത് നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്, ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു ഡസൻ മുൻ മുഖ്യമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, മുൻ MP മാർ ഒക്കെ ഇങ്ങനെ ജാഥ പോലെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അശോക് ചവാൻ എന്ന മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി വരെ പോകുന്നത് നമ്മൾ കണ്ടു. സർക്കാരുകൾ, ഉത്തരേന്ത്യയിലെ ഏക ഹിമാചൽ സർക്കാരും ഇങ്ങനെ ആടി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ നേതാക്കന്മാർ പറയും അതൊക്കെ എവിടെയാണ്, കേരളം അങ്ങനെയൊന്നുമല്ല എന്ന് പറയും. ഇപ്പോൾ AK ആൻ്റണിയുടെ മകൻ പോയി, ശ്രീ K കരുണാകരൻ്റെ മകൾ പോകുന്നു. അങ്ങനെ പോയാൽ അദ്ദേഹത്തിൻ്റെ മകനും പോകാം. അങ്ങനെ പോയാൽ മറ്റ് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ നേതാക്കളുടെ മക്കൾക്കും പോകാം. അങ്ങനെ വന്നാൽ ജീവിച്ചിരിക്കുന്ന നേതാക്കൾക്കും പോകാം. ഇപ്പോൾ തന്നെ ശ്രീ K സുധാകരൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ആഗ്രഹിച്ചാൽ അദ്ദേഹം പോകും, എനിക്കിഷ്ടം തോന്നിയാൽ ഞാൻ പോകും എന്ന് പറയുന്ന ഓഫർ അദ്ദേഹത്തിനുണ്ട്. ഈ നിലയിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ BJP പ്രതിരോധിക്കാൻ ഞങ്ങളാണ് പാർട്ടി എന്ന് വയനാട്ടിലേതടക്കം ജനങ്ങളോട് എങ്ങനെ പറയും, വോട്ടർമാർ എങ്ങനെ വിശ്വസിക്കും? മരുപ്പച്ച തേടി ഉത്തരേന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ചില ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ വിവിധ പാർട്ടികളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട്. അതിൻ്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി പൊരുതിയിട്ടുള്ള പ്രസ്ഥാനം, ഈ രാജ്യത്തെ രൂപം കൊടുത്ത പ്രസ്ഥാനം, ഈ രാജ്യത്തെ ഇനിയും പ്രതീക്ഷയോടുകൂടി നയിക്കാൻ ഇടതുപക്ഷ സഹയാത്രികർ പോലും, ഇടതുപക്ഷ സ്നേഹിതന്മാർ പോലും പറയുന്നത് കോൺഗ്രസ് തകർന്നാൽ ഈ രാജ്യം പിന്നെ നിലനിൽക്കില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തോട് കൂറുള്ള, സംഘടനയോട് കൂറുള്ള ഒരാളുകളും പോകില്ല. പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കുറേ കാലമായി കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കാം. കേരളത്തിൽ ശ്രീ കരുണാകരൻ്റെ മകൾ തന്നെ കോൺഗ്രസിൽ വളരെ സജീവമായി നിൽക്കുന്നു, തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം മത്സരിക്കുന്നു, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, KPCC വൈസ് പ്രസിഡൻ്റായിരുന്നു. അവരടക്കം പോകുന്ന കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തെ ഇത്തരം കേവലമായ വിശദീകരണം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിച്ച് വാദിച്ച് മുന്നോട്ട് പോകാനാവും? ഞങ്ങൾക്കൊരു ക്ഷീണവും സംഭവിച്ചില്ല എന്നെങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാവും? K കരുണാകരനും ശ്രീ AK ആൻ്റണിയുമൊക്കെ വളരെ ചെറുപ്പകാലം മുതൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് വളർന്ന് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരാണ്. അതെ, അവരുടെ കൂടെ തന്നെ ഈ ജനങ്ങളുടെ മനസ്സ് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ആൻ്റണിയുടെ മകനും അല്ലെങ്കിൽ ശ്രീ K കരുണാകരൻ്റെ മകളും അവരുടെ മക്കളാണ് എന്നതിൻ്റെ പേരിലാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല, അതെ, തീർച്ചയായിട്ടും താങ്കളുടെ കൂടി നേതാവാണ്, ഇപ്പോൾ പുനഃസംഘടിപ്പിച്ച രാഷ്ട്രീയകാര്യ സമിതിയിൽ അംഗമാണ്, KPCC വൈസ് പ്രസിഡന്റാണ്. അവരുടെ ഫേസ്ബുക്കിൽ അവരുടെ ഡീറ്റെയിൽസിൽ വളരെ കൃത്യമായി ഉണ്ടായിരുന്നു. രണ്ട് പ്രാവശ്യം അവർക്ക് കരുണാകരൻ്റെ മകളെന്ന രീതിയിൽ തന്നെ 2 പ്രാവശ്യം അവർക്ക് മത്സരിക്കാൻ MLA സീറ്റ് കൊടുത്തു, പാർലമെൻറ്റിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു, രാഷ്ട്രീയകാര്യ സമിതിയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നോമിനേറ്റ് ചെയ്തു. ഇതൊക്കെ കൊടുത്തിട്ടും അതൊന്നും അല്ല, ഫീൽഡിൽ പ്രവർത്തനം, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനവും പ്രവർത്തനവും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ജയിക്കുമായിരുന്നു. അല്ല, ആ തെരഞ്ഞെടുപ്പിൽ മൂന്തപുരത്ത് അവർ തോറ്റപ്പോൾ എല്ലാവരും തോറ്റു, കരുണാകരനടക്കം തോറ്റു, 19 പേരും തോറ്റു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സീറ്റ് വർദ്ധിപ്പിച്ച് 99 സീറ്റിൽ തുടർ ഭരണത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പത്മജയുടെ തോൽവി അവരുടെ മാത്രം ഏതാണ്ട് കഴിവുകേടായി തോന്നുന്നു. ഒരു അപാകതയുണ്ട് അതിൽ. 2 പ്രാവശ്യം MLA സീറ്റിൽ അവർക്ക് സീറ്റ് കൊടുത്തിരുന്നു മത്സരിക്കാൻ, അപ്പോഴും അവർക്ക് തോൽവിയാണ് ഉണ്ടായത്. അങ്ങനെ എത്രയോ നേതാക്കൾ സ്വാഭാവികമായും അങ്ങനെ എത്രയോ നേതാക്കന്മാരുണ്ട്. പക്ഷെ ആ നേതാക്കന്മാരൊക്കെ തങ്ങൾക്ക് കിട്ടിയ സീറ്റ്, കോൺഗ്രസ് കൊടുത്ത സീറ്റിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ പാർട്ടി വിടുകയല്ല ചെയ്തത്. പ്രശ്നം അവിടെയാണ് പൗലോസ്. അതായത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരെ നിരന്തരം അവഗണിക്കുകയും അവർ രാഷ്ട്രീയകാര്യ സമിതിയായ അംഗമായിരിക്കുമ്പോൾ തന്നെ KPCC അവരോടെടുത്ത സമീപനം, അവരും തൃശ്ശൂർ കവറേജ് ചുമതലയുണ്ട്, തൃശ്ശൂരിലൊക്കെ മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ വെക്കുന്ന കാര്യത്തിലൊക്കെ അവരുടെ പരിഗണന, അവരുടെ നിർദ്ദേശം പരിഗണിക്കാതെ നിഷ്കരുണം അവരെ അവഗണിക്കുന്നു. ഇപ്പോൾ K കരുണാകരൻ്റെ പേരുള്ള മന്ദിരവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ താല്പര്യമില്ലായ്മ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അവരിപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെതിരെ, KPCC നേതൃത്വത്തിനെതിരെ. പാർട്ടി വിട്ടു പോകുമ്പോൾ പറയാൻ ധാരാളം പരാതികൾ ഉണ്ടാവും, ആക്ഷേപങ്ങൾ ഉണ്ടാവും. പാർട്ടിയിൽ നിന്നപ്പോൾ
ഈ ആക്ഷേപങ്ങളൊന്നും അവർ പറഞ്ഞില്ലല്ലോ. പാർട്ടിയിൽ നിന്നപ്പോൾ അവരെ കേൾക്കാനോ പരിഗണിക്കാനോ പരിഹരിക്കാനോ എന്തുകൊണ്ട് തയ്യാറായില്ല? ഞാൻ ശശീന്ദ്രൻ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണോ? ഇതടക്കം ഇപ്പോൾ ഇടതുപക്ഷം നിരന്തരമായി BJP പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് തൃപ്തികരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. കേരളത്തിൽ വളരെ ശക്തമായി അത് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങൾക്ക് കുറെ കൂടെ ബോധ്യപ്പെടുന്ന നിലയിൽ കാര്യങ്ങൾ മാറുകയാണോ? വോട്ടർമാർക്ക് ഈ കോൺഗ്രസ്സുകാരുടെ BJPയിലുള്ള പോക്ക്, കെ കരുണാകരൻ്റെ മകൾ പോകുന്നു, AK ആൻ്റണിയുടെ മകൻ പോകുന്നു, എന്ത് സന്ദേശമാണ് വോട്ടർമാർക്ക് നൽകുന്നത്? BJPയെ എതിർക്കുന്നതിൽ ഇടതുപക്ഷവും ഇന്ത്യയിലെ മതേതര ശക്തികളും ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിൽ ആകെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഹിമാചൽ പ്രദേശിലാണ്. വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ഏക ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി തന്നെ അഭിഷേക് തന്നെ പറഞ്ഞത്, ഇന്നലെ രാത്രി എൻ്റെ കൂടെ ചായ കുടിച്ച് ലോകം പറഞ്ഞ് പിരിഞ്ഞവർ പിറ്റേന്ന് പോയിട്ട് അപ്പുറത്ത് വോട്ട് ചെയ്തു. രാവിലെ പ്രഭാതഭക്ഷണം കഴിച്ച് പിരിഞ്ഞവർ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇത് വളരെ ഗുരുതരമായ വിഷയങ്ങളാണ്. ഒട്ടേറെ കാരണങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെയും BJPയുടെയും സാമ്പത്തിക നയങ്ങൾ ഏകദേശം തുല്യമാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കോൺഗ്രസ് വർഗീയതയെ നേരിടുന്നതും BJPയുടെ വർഗീയ സമീപനവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. തീവ്ര ഹിന്ദുത്വവാദമാണ് BJP ഉന്നയിക്കുന്നതെങ്കിൽ, വർഗീയവാദമാണ് BJP ഉന്നയിക്കുന്നതെങ്കിൽ, കമൽനാഥ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മൃദു ഹിന്ദുത്വവാദം ഉപയോഗിച്ച് അതിനെ നേരിടാൻ വിചാരിച്ചു. ആ പരീക്ഷണം തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു തരാൻ. ആരാണ് വർഗീയവാദികൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? അത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ന് ആളുകൾ ഇത്തരം കൊഴിഞ്ഞു പോകാതിരിക്കുന്നത്. കോൺഗ്രസ് നിന്ന് യാതൊരു പ്രയാസവുമില്ലാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അടുത്ത മിനിറ്റ് ആ പ്രവണത കേരളത്തിൽ കൂടി വരികയാണ്. അതെ, ആ പ്രവണത കേരളത്തിൽ കുറച്ച് കുറവായിരുന്നു. അങ്ങനെ പോകുന്നവരെല്ലാം ഇടതുപക്ഷവും മറ്റവരായിട്ട് സഹകരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ പൊതുവേ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന കേവലം ഒരു വ്യക്തിയല്ലല്ലോ. ഏത് കേരളത്തിലെ രാഷ്ട്രീയ എതിരാളിക്ക് പോലും കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കെ കരുണാകരനെ മാറ്റി നിർത്തി കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എഴുതാൻ വേണ്ടി കഴിയില്ലല്ലോ. രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഞങ്ങളൊക്കെ തമ്മിലുണ്ടാകാം. പക്ഷേ കെ കരുണാകരന് കേരളത്തിലൊരു സ്ഥാനമുണ്ട്, AK ആൻ്റണിക്ക് കേരളത്തിലൊരു സ്ഥാനമുണ്ട്. അവരുടെയൊക്കെ മക്കൾ പോകുന്നു എന്ന് പറയുന്നത്, മക്കൾക്ക് പ്രായപൂർത്തിയായാൽ അവരുടെ രാഷ്ട്രീയമൊക്കെ സ്വീകരിക്കാം, അതൊക്കെ കേവലവാദങ്ങൾ. പക്ഷേ അവരുടെ വീട്ടിൽ നിന്നും ആളുകൾ പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് ദുർബലപ്പെടുന്നതിനും ഒരു സന്ദേശം നൽകും. കോൺഗ്രസിന് എങ്ങനെയാണ് ഇനി ആളുകൾ വോട്ട് ചെയ്യുക, എത്ര കാലം ഇവർ ഉറച്ചു നിൽക്കും, നാളെ ആരാണ് പോവുക, അടുത്ത നിമിഷം ആരാണ് പോകുന്നത് എന്ന ചിന്ത കേരളത്തിലെ പ്രത്യേകിച്ച് നാട്ടിലെ വോട്ടർമാർക്കിടെ ഉണ്ടാകും. ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ആൾക്കാർ വളരെ ഗൗരവമായി ചിന്തിക്കും. തീർച്ചയായും അത് കോൺഗ്രസിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് തളർച്ചയുടെ ഒരു ഭാഗമായിട്ട് അത് മാറും എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവേണ്ട. ആ കാര്യത്തിൽ അത് മാറും. അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇന്ന് അവരെടുക്കുന്ന സമീപനങ്ങളിൽ നിന്ന് കുറേയും കൂടി ശരിയായ സമീപനത്തിലേക്ക് പോകണം. ഞങ്ങൾ പറഞ്ഞാൽ പോകില്ലല്ലോ, അത് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളല്ലേ. പക്ഷേ അത് ആളുകൾ അങ്ങനെ കാണുന്നുണ്ട്. ശ്രീ സദാനന്ദൻ, താങ്കളുടെ ഊഴമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഈ പറഞ്ഞതൊക്കെ. ഇങ്ങനെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ കേരളത്തിൽ നിന്നും കാര്യമായി വണ്ടി പിടിച്ചു കൊണ്ടുപോകുന്നൊരു കാലമാണല്ലോ. അവിടെ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഹാപ്പിയായോ? അതായത് BJPക്കുള്ളിലും A ഗ്രൂപ്പും I ഗ്രൂപ്പും ആയി കഴിഞ്ഞു. AK ആൻ്റണിയുടെ മകനുമുണ്ട്, കെ കരുണാകരൻ്റെ മകളുമുണ്ട്. അപ്പോൾ Aയും Iയും നിങ്ങളും സ്വന്തമാക്കി. ഇന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, എനിക്ക് കെ മുരളീധരനോട് മറുപടി പറയണമെന്നുണ്ട്, പക്ഷെ പറയാനിപ്പോൾ ശ്രമിക്കുന്നില്ല. കാരണം നാളെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന അവസ്ഥയാണോ? എന്താ ശ്രീ സദാനന്ദൻ്റെ മുഖത്ത് ആ സന്തോഷമൊക്കെ കാണാനുണ്ട്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം, NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞതുപോലെ 400+ എന്നാണ് ഞങ്ങൾ മുന്നണി ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞ പാർട്ടിയിൽ എന്താണ് കോൺഗ്രസ്സിലെയും മറ്റ് പാർട്ടികളുടെയും നേതാക്കന്മാർ BJPയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഒന്ന്, ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. ഭാരതത്തിൻ്റെ വികസനത്തിന് പൂർണ്ണമായി ഒരു ദിശാബോധം നൽകിയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക ആരാധ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പത്മജി അത് പറയുന്നത് നമ്മൾ കേട്ടു. അതെ, ഇത് പത്മജ മാത്രമല്ല, BJPയിലേക്ക് വന്നിട്ടുള്ള എല്ലാ നേതാക്കന്മാരും BJPയിലോട്ട് വരാൻ പറ്റൂ. അല്ല, അങ്ങനെയല്ല. എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ പാർട്ടിയിലുള്ള എന്നെ ചവിട്ടി താഴ്ത്തി, അല്ലെങ്കിൽ എന്നെ അവഗണിച്ചു, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്നതിലപ്പുറം
ഇപ്പോൾ ഒരു നിങ്ങളുടെ കൂടെ വികസന വന്നാൽ- രാഷ്ട്രീയത്തിൻ്റെ അതെ, ആ വാദം എടുത്ത് BJP-യിലേക്ക് വരാൻ പറ്റും, അത് സംശയമൊന്നുമില്ല. വന്നാൽ ഉറപ്പായും BJP-യുടെ രാഷ്ട്രീയത്തെ, ഭരണത്തെയൊക്കെ പുകഴ്ത്തേണ്ടി വരും, നിലപാടെടുക്കേണ്ടി വരും. അല്ല, പക്ഷേ അതിനൊപ്പം നിങ്ങൾ കൊടുക്കുന്ന ഒരു ഓഫർ വല്ലാതെ ആളുകളെ ആകർഷിക്കുന്നുണ്ടോ? സീറ്റ്, പണം അല്ലെങ്കിൽ പദവി, കാരണം അധികാരം നിങ്ങളുടെ കയ്യിലാണ്. അതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ചൂണ്ടുപലകയാണോ ഇവരെയൊക്കെ ഇങ്ങനെ കൊതിപ്പിച്ച് കൂടെ കൂട്ടുന്നതിൽ? നോക്കൂ നിങ്ങളെ, അതല്ല അതിൻ്റെ വിഷയം, കൊതിപ്പിക്കുന്നതല്ല വിഷയം. അവരിപ്പോൾ നിൽക്കുന്ന പാർട്ടിയിൽ തന്നെ നേരത്തെ KLP പറഞ്ഞതുപോലെ അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട്, അവർ മത്സരിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, ജയിച്ചവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ അതല്ല വിഷയം. ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയം അതല്ല. ഈ ഭാരതത്തിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ വികസനമാണ് ഞങ്ങളുടെ സങ്കല്പം. ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിനകത്തും CPM-നകത്തും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഉണ്ട്. പ്രധാനപ്പെട്ട കാരണം താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, അതിനെ മറികടന്നുകൊണ്ടുള്ളൊരു പ്രത്യയശാസ്ത്രം അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. അധികാരത്തിലിരിക്കുക എന്നല്ല. ഇപ്പോൾ ഈ രണ്ട് പ്രതികൾക്കും പറയാൻ പറ്റുമോ 10 വർഷം NDA മുന്നണി അധികാരത്തിലിരുന്നു, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 5 നയാ പൈസയുടെ അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം അഴിമതിയില്ലാത്ത ഭരണമാണ്. അഴിമതിക്കാരെ ഞങ്ങൾ ലക്ഷ്യമാക്കി പോകുമ്പോൾ നിങ്ങൾ പറയും ED ഉപയോഗിക്കുന്നു, മറ്റതിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നവരാണിവർ. അഴിമതി തുടച്ചു നിൽക്കണം രാജ്യത്ത്, അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. വികസിത ഇന്ത്യയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ലക്ഷ്യം. അഴിമതി ചർച്ച ചെയ്താൽ നിങ്ങൾ അന്വേഷിക്കില്ല. അന്വേഷിക്കും. അദാനി മോദി ബന്ധം, ഞാൻ ചോദിക്കട്ടെ, കോർപ്പറേറ്റ് ചങ്ങാത്തം, ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിച്ചിട്ട് ഒരു JPC-ക്ക് പോലും തയ്യാറായിട്ടില്ല. ഒരു ഭരണകക്ഷി എന്ന അതാണോ നിലയ്ക്ക് ജനാധിപത്യം? കോൺഗ്രസ് BJP സത്യത്തിൽ ഈ രാജ്യത്ത് ജനാധിപത്യത്തെ കഥ തീർക്കുകയാണ്. കാരണം എന്താണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം? വോട്ടർമാർ, ജനങ്ങൾ, വോട്ടവകാശമുള്ള ആളുകൾ തിരഞ്ഞെടുത്ത് അവർ ആർക്കനുകൂലമായി, ഏത് ആശയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു, ആ ആളുകളെ അംഗീകരിച്ച് ഭരണകൂടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള സമ്പ്രദായമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. BJP നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത് എന്താ? ഓരോ സംസ്ഥാനത്തും ജയിച്ചു വരുന്ന MLA-മാർ ജനങ്ങൾ വോട്ട് ചെയ്ത്, ഏത് ആശയത്തിനാണോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ആ ആശയത്തിൽ ജയിച്ചു വരുന്ന MLA-മാരെ പണം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചാൽ ജനാധിപത്യമായി എന്ന് വിശ്വസിക്കുന്ന BJP ഈ രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും BJP പറഞ്ഞിട്ട് കാര്യമില്ല. 1. 2, നേരത്തെ നിങ്ങൾ ശരത് സൂചിപ്പിച്ചതുപോലെ മോദിയുടെയും അംബാനിയുടെയും ഒക്കെ വിഷയത്തിൽ എത്രയോ കോടാനുകോടി രൂപയുടെ അഴിമതി ആരോപണം വന്നു. ആരാ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കേണ്ട ഇതിനെപ്പറ്റി ED അന്വേഷിക്കുമോ? CBI അന്വേഷിക്കുമോ? അല്ലെങ്കിൽ മറ്റേ അന്വേഷണ ഏജൻസി അന്വേഷിക്കുമോ? ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്തെയോ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളെ പറ്റിയല്ലാതെ ഏതെങ്കിലും ഒരു അന്വേഷണം ഈ ഭരണകക്ഷത്തുള്ള ആളുകളെ സംബന്ധിച്ച് ആരോപണങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളിൽ പോലും അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? അത്രമേൽ പക്ഷപാതപരമാണെന്നാണ് ശ്രീ പൗലോസ് പറഞ്ഞു. BJP അധാർമിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ അഴിമതി നടത്തുന്നവരാണ്. സാമ്പത്തിക അഴിമതി സർക്കാർ വൽക്കരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അധാർമിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, മഹാരാഷ്ട്രയിലെ അജിത് പവാർ നിങ്ങൾ എടുക്കൂ, കേസെടുത്തു കൊണ്ടുപോകാൻ വേണമെങ്കിൽ ഇവരെ കൂടെ കൂടി കേസും ഇല്ല ഒന്നുമില്ല ആക്കി, ഇവരെ കൂടെ കൂടി ചേർന്നാൽ പിന്നെ കേസില്ല ഒന്നുമില്ല എല്ലാം ആവാം. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയ അഴിമതി എന്ന് പറയുന്നത്. രാഷ്ട്രീയ അഴിമതി എന്ന് പറയുന്നത് എന്താണ്? ഏത് പാർട്ടിയിൽ ആരെയും വിലയ്ക്ക് വാങ്ങും. ആരെയും വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവർ ഗംഭീരമായി. ഇന്ന് എല്ലാവരും പോകുന്നത് അങ്ങനെ തന്നെയാണ്, വിലയ്ക്ക് വാങ്ങുകയാണ്. അങ്ങനെ അധാർമികമായ, തെറ്റായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. നാളിതുവരെ കാണാത്ത രീതിയിൽ, തെറ്റായ രീതി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു MLA വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല. അതുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞല്ലോ, 35 MLA വരെ കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്നു. കോൺഗ്രസ് MLA-മാരെ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആരെയും വാങ്ങാൻ കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. മറ്റൊന്ന്, ഇലക്ട്രോ ഫണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ അഴിമതിക്ക് സാമ്പത്തിക അഴിമതിക്ക് നേതൃത്വം കൊടുത്തവരാണ് BJP. ഇലക്ട്രോ ബോണ്ട് എന്ന് പറയുന്നത്. ഗൗതം അദാനി മോദി അധികാരത്തിൽ വരുമ്പോൾ ലോകസമ്പന്നരുടെ പട്ടികയിൽ 695 സ്ഥാനം, ഇന്ന് 13 സ്ഥാനം. ഇന്നലെ കണക്കാക്കിയ, നേരത്തെ 3 വന്നിരുന്നു, ഇപ്പോൾ 13 സ്ഥാനം. എവിടുന്നേ കാശുണ്ടാക്കിയത്? മോദിയുടെ അടുത്ത ഉറ്റ ചങ്ങാതിയാണ് ഗൗതം അദാനി. ആ ഗൗതം അദാനി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാശാണ് ഇലക്ട്രോ ബോണ്ട് എന്ന രീതിയിൽ. അതാണ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. അത് തെറ്റാണെന്ന് പറഞ്ഞു. കണക്ക് വെളിപ്പെടുത്താൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഇലക്ഷൻ കമ്മീഷൻ കണക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ജൂൺ 30 കൊടുക്കാൻ പറ്റൂ, അതുവരെ ഇലക്ഷൻ കഴിയും. ഇതാണ് സൂത്രം.
തെറ്റായ രീതിയിൽ നാളിതുവരെ രാജ്യം കാണാത്ത രീതിയിലുള്ള അഴിമതിക്കും കൊള്ളയ്ക്കും വിഭാഗീയതയ്ക്കും ഒക്കെ കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ബി ജെ പിയുടെ ഗവൺമെൻറ്. മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതും ജനങ്ങളെ തകർക്കുന്നതും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതും ഇന്ത്യയുടെ പേര് മാറ്റുന്നതും മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതാണ് ഇവരുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനായിട്ടുള്ള പൊതുവികാരമാണ് രാജ്യത്ത് ഒരു വരുന്നത്. അഴിമതിരഹിത സർക്കാരാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് അവർക്ക് പറയാം. BJP പറഞ്ഞു. അത് അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തിനാ അഴിമതി നടത്തുന്നത്? ഇവർ കോർപ്പറേറ്റുകളിൽ നിന്ന് ഇഷ്ടം പോലെ കാശ് അങ്ങോട്ട് കൊടുക്കുകയല്ലേ. ഒറ്റ കാശും വാങ്ങാത്ത പാർട്ടിയാണ് CPM. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും മഹത്തായി ഇന്ത്യയെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ്. അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഇന്ന് അതിനെയൊക്കെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ പോലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കൊച്ചു സംസ്ഥാനമാണല്ലോ മണിപ്പൂർ. അവിടെ എത്രയോ സ്ത്രീകളുടെ മഹത്വത്തെ പറ്റിയെല്ലാം പ്രധാനമന്ത്രി ദിവസവും TV-യിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അവിടെ എത്രയോ സ്ത്രീകൾ, നൂറുകണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, കൂട്ടമായി നഗ്നരാക്കി തെരുവിലൂടെ നടത്തി. എത്രയോ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും വെടിവെച്ചു കൊന്നു. മാസങ്ങളായി നടക്കുന്നു. അവിടെ ഇന്ന് വരെ ഈ പ്രധാനമന്ത്രി ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടോ? വിഭാഗീയതകൾ, വംശ വിദ്വേഷം, വർഗീയ വിദ്വേഷം, മതവിദ്വേഷം എല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന നയമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP-യും നരേന്ദ്രമോദിയും ചെയ്യുന്നത്. അതിന്റെ തുടർച്ചയിൽ എന്താണ് CPM-ന് അതേക്കുറിച്ച് പറയാനുള്ളത്? 2025 മതരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാണ് RSSന്റെ അജണ്ട. RSSന്റെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ മുഖമാണ് BJP നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. പിന്നെ എന്താ വർഗീയത എന്ന് ചോദിച്ചു. അബ്ദുൾ ഹക്ക് ഉൾപ്പെടെയുള്ള എത്ര കന്നുകാലി കച്ചവടക്കാരെ കൊന്നു, എത്ര ദളിതരെ വേട്ടയാടി, എന്തെല്ലാം നടന്നു രാജ്യത്ത്. ഉത്തർപ്രദേശിൽ ആദിത്യനാഥ് ഒരു കേസിൽ മുസ്ലിമാണ് പ്രതിയെങ്കിൽ ബുൾഡോസർ വെച്ച് വീടും തകർക്കും, കച്ചവട സ്ഥാപനം തകർക്കും. ഇതിന് വർഗീയത അല്ലാണ്ട് വേറെന്താ പറയുക? വിവേചനം, ഫെഡറൽ തത്വങ്ങൾക്കെതിരെ ഭരണഘടനാപരമായിട്ടല്ലാത്ത സമീപനങ്ങൾ, സംസ്ഥാനത്തോടുള്ള വിവേചനം, ഇതെല്ലാം കാണിക്കുന്ന ഒരു ഗവൺമെൻറ് BJP-യുടേതല്ലാതെ ഇന്ത്യയിൽ വേറെ എപ്പോഴുണ്ടായിട്ടുണ്ട്? ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പൊതുവികാരം രാജ്യത്ത് ഉയർന്നു വരും. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയോടും ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പരസ്പരം ഈ പോരടിക്കുന്നത്? ഈ പടക്കളത്തിൽ നിങ്ങൾ രണ്ടുപേരും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എതിരായി നിൽക്കുന്ന രണ്ടാളുകളാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി, ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളും ഭരിക്കുന്ന പാർട്ടികളും വ്യത്യസ്ത ഭരണമില്ലാത്ത പാർട്ടികളും തമ്മിൽ മത്സരമൊക്കെ ഉണ്ടാവും. അത് ജനാധിപത്യത്തിൻ്റെ രീതി അവർ തമ്മിൽ തർക്കിക്കും. അല്ലാതെ MLA-മാരെയും MP-മാരെയും വില കൊടുത്ത് വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ മഹത്വം ഒന്നും മനസ്സിലാവില്ല. അത് വേറൊരു കാര്യം. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, വർഗീയതയുമായി ബന്ധപ്പെട്ട്. ഇഹ്സാൻ ജാഫ്രി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP-യുടെ പേര് നിങ്ങൾ എന്തെങ്കിലും ഒരു വേദിയിൽ വെച്ച് ഒരിക്കലെങ്കിലും സംസാരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറാവുമോ? ആരെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ പോലും അറിയില്ല. കോൺഗ്രസിൻ്റെ MP BJP-ക്കാർ കൊല്ലുന്ന സമയത്ത് കോൺഗ്രസിനെ വിളിച്ച്, ഇഹ്സാൻ ജാഫ്രീൻ്റെ ജീവിതകഥ നിങ്ങളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇഹ്സാൻ ജാഫ്രീനെ കൊല്ലുന്ന സമയത്ത് ആശ്രയത്തിന് വേണ്ടി വിളിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ഈ നാട്ടിലെ എല്ലാ തരത്തിലുമുള്ള കോൺഗ്രസ്സുകാരെയും വിളിച്ചു, സോണിയാഗാന്ധിനെ അടക്കമുള്ള ആളുകളെ വിളിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടു. അതുകൊണ്ട് വർഗീയത, ബാബറി മസ്ജിദ് പൊളിക്കാൻ തയ്യാറായി മുന്നിട്ട് നിന്ന കോൺഗ്രസ്സുകാർക്ക് വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ ഉള്ള അർഹതയില്ല. ഒരു ചോദ്യം കൂടി, ഒരൊറ്റ ചോദ്യം കൂടി. അത് ഇവിടുത്തെ യുവജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. അത് കോൺഗ്രസിൻ്റെ പ്രതികളോട് ചോദിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ കോൺഗ്രസ് പ്രതിനിധി കയറ്റം കയറി കഴിയുമ്പോൾ BJP-യിലേക്ക് പോയാലോ. അതുകൊണ്ട് പറയാനുള്ളൊരു കാര്യം BJP-യുടെ പ്രതിനിധിയോടാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആധികാരികമായ ഒരു രേഖയെങ്കിലും വെച്ചുകൊണ്ട്, BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആധികാരിക രേഖ വെച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിൽ അവസരം വർദ്ധിച്ചിട്ടുണ്ട്. തൊഴിലാളികളായിട്ടുള്ള യുവാക്കൾ, പുതിയ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഒരു രേഖ ഇവിടുത്തെ BJP കാണിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനോട് വരുന്നതിന് മുമ്പേ കുറേ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഞങ്ങളെക്കുറിച്ച് നിങ്ങളിവിടെ പറയുന്നത് MLA-മാരെ വിലയ്ക്ക് വാങ്ങി എന്ന് ആരോപിക്കുന്നവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങളത് തെളിയിക്കണം. സ്വന്തം പാർട്ടിയിൽ മത്സരിപ്പിച്ച് ജയിക്കുന്ന MP-യെയും MLA-യും തൻ്റെ കൂടെ നിർത്താൻ പറ്റാത്തതിൻ്റെ ജാള്യത ഉണ്ടല്ലോ, അത് ഞങ്ങൾ വില കൊടുത്തിട്ടാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അദ്ദേഹം പറഞ്ഞ തൊഴിലവസരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കുക എന്നല്ലല്ലോ ഉദ്ദേശിച്ചത്. കോടിക്കണക്കിന് അഭ്യസ്തവിദ്യരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ കേരളത്തിലും ധാരാളം പേരുണ്ട്. അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാടുണ്ട്. കണക്കിന് വേണ്ടി ഗവൺമെൻറ് നേരിട്ടിട്ട് തൊഴിലവസരം, സ്വയം തൊഴിൽ എന്ന നിലയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പ്രൊജക്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ അനുഭവിച്ചതും വന്നതും കണക്കുകൾ പ്രകാരം ഇതേ മോദി സർക്കാരിൻ്റെ കാലത്ത്, ഈ കാലയളവിലാണ്. അല്ല,
മനസ്സിലായോ? നിങ്ങൾ തന്നെ കൊടുത്ത കണക്കാണ്. അത് നിങ്ങൾ തന്നെ തെറ്റായിട്ടുള്ളൊരു കണക്ക് പറയരുത്. അങ്ങനെയാണ് അതെങ്ങനെയാ അല്ല, എങ്ങനെയാ തെറ്റാവുന്നത്? തെറ്റായ കണക്ക് നീതി ആയോഗ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണോ? ആണോ? ആണോ? ആണ്. നീതി ആയോഗിന്റെ കണക്ക് തെറ്റാണോ? അല്ല, നീതി ആയോഗിന്റെ കണക്ക് കണക്ക് തെറ്റാണോ? പറഞ്ഞോളൂ. നിങ്ങൾ പറയൂ. കേരളത്തിലെ കണക്കാ പറയണേ. കേരളത്തിലെ കണക്കാണ്. കേരളത്തിലെ കണക്കാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾക്ക് സർക്കാർ ജോലി നൽകിയിരിക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിൽ ആകെ മുഴുവൻ സർക്കാർ ജോലി കിട്ടിയിരിക്കുന്ന 100% ആളുകളിൽ 69% കേരളത്തിൽ നിന്നാണ് എന്നുള്ള കണക്ക് ശരിയാണോ? കേന്ദ്ര സർക്കാർ പറഞ്ഞ കണക്കാണ്. അല്ല, ബാക്കിയുണ്ടോ? ഗുജറാത്ത് എത്ര ശതമാനമാണ്? 1.3. അല്ല, ഗുജറാത്ത് മോഡൽ 1.3 ആണ്. കേരള അല്ലേ? PSC ആണ് മുന്നിൽ. കേരള PSC ആണ് ഏറ്റവും മുന്നിൽ. കേരള PSC ആണ് ഏറ്റവും മുന്നിൽ. ഇതൊക്കെ കണക്കാ. നിങ്ങൾ 69 കഴിഞ്ഞ് ബാക്കി പറ. ബാക്കി ഏതാ? ബാക്കി കുറവല്ലേ? 100% കണക്ക് പറയല്ലേ? 1.3 ആണ്. നീതി ആയോഗ് പറഞ്ഞ കണക്ക്, ആ കണക്ക് പ്രകാരം ഇനിയും തൊഴിൽ കിട്ടാനുണ്ട്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതില് ഇത്രയും കേരളം കോടി ഒന്നാമതാണോ? ജനങ്ങൾക്ക് കേരളം ഒന്നാമതാണോ? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തേ, നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേരളം ഒന്നാമതാണോ? എന്തേ? ജോലി തൊഴിൽ നൽകുന്നതിൽ ഒന്നുമല്ല. അത് അല്ല. ഇപ്പൊ ഇവിടുന്ന് തെളിയിച്ചാൽ ഇപ്പൊ നീതി ആയോഗ് തെറ്റാണെന്ന് അദ്ദേഹം പറയേണ്ടി വരുന്നുണ്ട്. സർക്കാർ കൊടുക്കുന്ന കണക്ക് വെച്ചിട്ട് പറയുന്നതല്ല ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ തെളിയിക്കാം. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ഇവിടെ കേരളത്തിൽ ഏറ്റവും അധികം ജോലി കൊടുക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന സ്ഥലം കേരളമാണ് എന്ന് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാരിന്റെ കണക്ക്, മോദിന്റെ കണക്ക് പറയൂ. അവിടെ ഇരുന്നോ. തൊഴിലില്ലായ്മ ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ഒരു ഒരു മിനിറ്റ്. ഇവിടെ രണ്ട് വിഷയം ശ്രീ ശശീന്ദ്രൻ ഉന്നയിച്ചു. മൂന്നാമതൊന്നുകൂടി പടക്കളത്തിൽ പറഞ്ഞുതരാം. സിറ്റിംഗ് എം പി എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ചയ്ക്ക് സമയം എടുക്കാറുണ്ട്. തരണം. ഇവിടുത്തെ സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്, ദേശീയ നേതാവാണ്. ഇത്തവണ നിങ്ങളും മത്സരിപ്പിക്കുന്ന CPI യുടെ ദേശീയ നേതാവ് അനിൽ രാജയാണ്. ഏത് നിലയ്ക്കാണ് മണ്ഡലത്തിന് സിറ്റിംഗ് എം പി ഗുണപരമായി മാറിയിട്ടുണ്ടോ ഇല്ലയോ? കാഴ്ചപ്പാട് എന്താണ്? ഒപ്പം അദ്ദേഹം ആരോപിച്ച രണ്ട് വിഷയങ്ങളും. ഇനി കേരളത്തിൻ്റെ കാര്യം എടുക്കുക. നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടപ്പ്, കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് നടത്തിയ സംസ്ഥാനം കേരളമാണെന്നുള്ള അവാർഡ് നൽകിയത്. ഒന്നാം റാങ്ക്. അതെന്താ വിഷയം? ഇനി ജോലിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC മുഖാന്തരം ജോലി നൽകിയുള്ള സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ്. ജനസംഖ്യയേക്കാൾ മറ്റ് സംസ്ഥാനത്തേക്കാൾ ജനസംഖ്യ കുറവുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അതും കേന്ദ്ര ഗവൺമെൻറ് കണക്കാണല്ലോ, ഞങ്ങൾ പറയുന്നതല്ലല്ലോ. അപ്പോൾ അതിലൊന്നും ഒരു തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കേണ്ട. ഈ ഗവൺമെൻറ് നല്ലപോലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നല്ലപോലെ നടത്തുന്നുണ്ട്. അതിനെ രാഷ്ട്രീയ വിവേചനം വെച്ച് തകർക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരുന്നത്, BJPയുടെ ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞല്ലോ കാര്യം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവസാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് ധനസഹായം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി യാതൊരു സംശയവുമില്ലാത്ത വിധി ഇപ്പോൾ പ്രഖ്യാപിച്ചു. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു സുഹൃത്തോട് ചോദിച്ചു, കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടാൻ പോകുന്നില്ലല്ലോ, നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും ഇവിടെ എത്ര ബഹളം ഉണ്ടാക്കിയാലും ഒരു സീറ്റും കേരളത്തിൽ BJPക്ക് കിട്ടാൻ പോകുന്നില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നാലാമത്തെ തെരഞ്ഞെടുപ്പാണ് വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച ശേഷം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 തവണയും ജയിച്ചത് UDF ആണ്. എന്നാൽ ഇപ്രാവശ്യം ചരിത്രം മാറാൻ വേണ്ടി പോവുകയാണ്. എന്തുകൊണ്ട് മാറുന്നു? ഒന്ന്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ദേശീയ നേതാവാണ്. ആർത്ഥത്തിൽ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. പരസ്പരം ഞങ്ങൾക്കൊക്കെ ബഹുമാനമുണ്ട്. ആ കാര്യമൊക്കെ വേറെ കാര്യം. പക്ഷേ പാർലമെൻറ്റേറിയൻ നിലക്ക് അദ്ദേഹം അങ്ങേയറ്റത്തെ പരാജയമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയുന്നു? അമേത്തിയിൽ പരാജയപ്പെടാൻ കാരണം ജയിച്ചാൽ പിന്നെ അങ്ങോട്ട് പോയി നോക്കില്ല. അമേത്തിയിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ്. കേരളത്തിലേക്കൊന്നും വരാൻ നേരത്ത് നേരമില്ല, കാരണം ദേശീയ നേതാവാണ്, ഡൽഹിയിലാണ്. എന്നാൽ പാർലമെൻറ്റിൽ പോണ്ടേ. കേരളത്തിലെ 20 MPമാരിൽ ഏറ്റവും കുറഞ്ഞ ഹാജർ നില രാഹുൽ ഗാന്ധിക്ക്. ഇത് ആർക്കും വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. 52%. കേരളത്തിലെ സ്റ്റേറ്റ് ആവറേജ് 83%. 100 ദിവസം പാർലമെൻറ്റ് സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ 83 ദിവസം 19 MPമാർ പോയിട്ടുണ്ടെങ്കിൽ ആവറേജ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ 52 ദിവസം. അയാൾ എവിടെ പോകുന്നു? പാർലമെൻറ്റ് പോണ്ടേ? ഇവിടെ വരണ്ട, പാർലമെൻറ്റ് പോണ്ടേ? ആ കാര്യം പോലും ചെയ്യാൻ അദ്ദേഹത്തിന് നേരമില്ല. ഇനി രണ്ടാമത്തൊരു കാര്യം, വന്യമൃഗശല്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, വളരെ രൂക്ഷമാണ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചുകൂടാ? എല്ലാ സംവിധാനം അദ്ദേഹത്തിൻ്റെ ഓഫീസിലില്ലേ? വലിയ വിപുലമായ ഓഫീസ് സംവിധാനമുള്ള ഒരാളല്ലേ നമ്മുടെ രാഹുൽ ഗാന്ധി MP. ചെറിയ ആളാണോ? ദേശീയ നേതാവല്ലേ? അദ്ദേഹത്തിന് അവതരിപ്പിച്ചിട്ടുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് 0, ഒറ്റ ഒന്നും അവതരിപ്പിച്ചില്ല. അതിനൊന്നും നേരമില്ല അദ്ദേഹത്തിന്. നാഷണൽ ആവറേജ് 1.5, സ്റ്റേറ്റ് ആവറേജ് മറ്റ് 19 MPമാരുണ്ടല്ലോ അവർ 4.8, 5 സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. 4.8 പറഞ്ഞാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ, ചോദ്യം ചോദിക്കേണ്ട MPമാർ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സെലക്ടഡ് MP 99 ചോദ്യം രാഹുൽ ഗാന്ധിയുടെ വക. സ്റ്റേറ്റ് ആവറേജ് 267. എവിടെ പോയി ഇദ്ദേഹം? അപ്പോൾ ഇദ്ദേഹത്തിന് പാർലമെൻറ്റ് പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല, അതാ വിഷയം. ഇതിലൊന്നും ഒരു താല്പര്യമില്ല.
ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പലപ്പോഴും നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോയി കളയും. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രിയായി വന്നതുപോലെ ഇപ്രാവശ്യം വന്നാൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം ജനങ്ങൾ നല്ലപോലെ ചോദിക്കും. ഈ മണ്ഡലത്തിനകത്ത് പുതിയ ധ്രുവീകരണങ്ങൾ നല്ലപോലെ നടക്കുന്നുണ്ട്. ആ ധ്രുവീകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ്. ആ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അതിൻ്റെ ആശങ്കയിലായിട്ട് വരും. പിന്നെ കാർഷിക മേഖല പറഞ്ഞു, ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറയാൻ കാരണം. ആ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകും. തീർച്ചയായും ഒരു പുതിയ ആനി രാജ ദേശീയ നേതാക്കളിൽ ഒരാളാണ്. നേരത്തെ പറഞ്ഞ മണിപ്പൂരിൽ പോയപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത ആളാണ്. തീർച്ചയായും ഒരു പുതിയ ചരിത്രം വയനാട് ലോക്സഭാ മണ്ഡലം സൃഷ്ടിക്കും. പ്രിയപ്പെട്ട ശ്രീ ശശീന്ദ്രൻ പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷേ എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ള ചില കാര്യങ്ങൾ, വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കണ്ട് ഇവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് ഒപ്പം നിന്ന് സഹായിച്ചിട്ടുള്ള എത്രയോ വട്ടം പ്രളയമുണ്ടായപ്പോൾ കോവിഡിൻ്റെ സമയത്ത് വരാൻ പറ്റിയില്ല, ശരിയാണ്. പക്ഷേ എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ പറയട്ടെ, ഇവിടെ ഇതിന് മുമ്പൊരിക്കൽ പ്രചരണം നടത്തി രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടി. എന്താ പ്രചരണം എന്നറിയോ? ഇവിടെ MP ഫണ്ട് ഏറ്റവും കുറച്ച് ചെലവഴിച്ച MP ആണ് രാഹുൽ ഗാന്ധി എന്നൊരു പ്രചരണം നടത്തി. കൃത്യമായ കണക്ക് ഞങ്ങൾ പറയാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയുടെ MP ഫണ്ട് എല്ലാ MP മാർക്കും ആകെ കിട്ടിയത് ഇപ്രാവശ്യം 17 കോടി രൂപയാണ്. രാഹുൽ ഗാന്ധിയുടെ ഫണ്ട് 123% ചെലവഴിച്ചു. 121%. കേരളത്തിൽ 2ാമത്തെ സ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ മുൻ. ഒന്നാമത് ശശി തരൂരാണ്, 2ാമത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഇനി 17 കോടി രൂപയാണ് കിട്ടിയതെങ്കിൽ അതിനു പുറമെ വയനാട് നിയോജക മണ്ഡലത്തിലോടുള്ള പ്രത്യേകമായ അദ്ദേഹത്തിന് താല്പര്യം കൊണ്ട് 3 രാജ്യസഭാംഗങ്ങളുടെ ഫണ്ട് കൂടി 17 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ആ ഫണ്ട് കൂടി 30 കോടി, ലക്ഷമല്ല 30 കോടി രൂപ, 17 ലക്ഷമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ എല്ലാ MP മാർക്കും. 30 കോടി രൂപ ഇവിടെ ചെലവഴിച്ചു. അതിന് പുറമെ CMRI ഫണ്ട് പ്രകാരം രാഹുൽജിയുടെ അപേക്ഷ പ്രകാരം 145 കോടി രൂപയുടെ റോഡുകളുടെ പ്രവൃത്തി ഈ നിയോജക മണ്ഡലത്തിൽ നടന്നു. ശശീന്ദ്രൻ ചിരിക്കുന്നു. പറഞ്ഞുതരാം, നിങ്ങൾ അങ്ങനെ പറയണ്ട. ഇത് വയനാട്ടിൽ എവിടെയാണെന്നാണ് ഒരു ഭാഗം ആളുകൾ ചോദിക്കുന്നത്. പൗലോസ്, അവിടെ എൻ്റെ ഒരു ചോദ്യം ഇവിടെ വന്നതാണ്. അതായത് അദ്ദേഹം ദേശീയ നേതാവാണ്, വയനാടിനെ പ്രതിനിധീകരിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹം എന്തുകൊണ്ടാണ് പിന്നെ പാർലമെന്റിൽ പോകാത്തത്? അദ്ദേഹത്തിന്റെ ഹാജർ നില അടക്കം വളരെ പരിതാപകരമാണ് എന്ന് പറയുന്നു. MP ഫണ്ട് വിനിയോഗിക്കൽ മാത്രമാണോ രാഹുൽ ഗാന്ധിയെ പോലൊരു പാർലമെന്റ് അംഗത്തിന്റെ ഉത്തരവാദിത്വം? അല്ല, ഞാൻ പറഞ്ഞു വന്നതിനെ കണ്ടിച്ചല്ലോ. പറയാമോ ഏത് വർക്കെന്ന് പറയാമോ? അല്ല, ഞാൻ ശശീന്ദ്രന്റെ വിമർശനം ഓർമ്മിപ്പിച്ചു. ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഒന്ന് എഴുതി വെച്ചോളൂ. ഒന്ന് കാവുമന്നം മാടക്കുന്ന് ബാങ്കുകുന്ന് റോഡ് 12 കിലോമീറ്റർ 15 കോടി രൂപ. പനമരം നെല്ലിയമ്പം നടവയൽ വേലിയമ്പം റോഡ് 15 കോടി രൂപ. ബേഗൂർ തിരുനെല്ലി റോഡ് 10 കിലോമീറ്റർ 12 കോടി രൂപ. സുൽത്താൻ ബത്തേരി കട്ടയാട് പഴുപ്പത്തൂർ റോഡ് 18 കോടി രൂപ. മുള്ളംകൊല്ലി പാടിച്ചിറ കബനിഗിരി മരക്കടവ് പെരുക്കല്ലൂർ റോഡ് 13 കോടി രൂപ. വെള്ളമുണ്ട വാരാമ്പറ്റ പന്തിപ്പൊയിൽ പടിഞ്ഞാറത്തറ റോഡ്. ശരി, ഒന്ന് ചുരുക്കൂ. ചന്ദലോട് ഊട്ടുപാറ റോഡ്. ഇത്രയും റോഡ് വയനാട് ജില്ലയിൽ തന്നെ. ഇതാണ് MP ഫണ്ട്. നേരത്തെ പറഞ്ഞ റോഡുകളെല്ലാം സംസ്ഥാന ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളോട് ചോദിക്കും. ആ ചോദ്യത്തിനനുസരിച്ച് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്നതാണ്. അത് MP-യുടെ ഫണ്ടിൽ എഴുതണ്ട. അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള വ്യത്യാസത്തിന് പേരില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ വയനാട്ടുകാരനല്ലോ. അതായത് ശ്രീ രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലൂടെ ഈ റോഡുകൾ കടന്നു പോകുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. MP ഫണ്ട് അല്ല. അങ്ങനെ പറയരുത്. MP ഫണ്ട് അല്ല. പിന്നെന്ത് ഫണ്ടാണ്? സടക്കുണ്ട് സർ. ഞാൻ ഇപ്പൊ പറയാം, ഈ ചുണ്ട റോഡുണ്ടല്ലോ, സടക്കുണ്ട്. ഞാനൊന്ന് പറയട്ടെ, സടക്കല്ല.
സടക്ക് ദേശീയപാതയാണ്. ഓക്കെ, ദേശീയപാത. ഇത് ദേശീയപാത. ഈ ദേശീയപാത ചുണ്ട മുതൽ ചോലാടി വരെ റോഡുണ്ട്. ആ റോഡ് കേന്ദ്ര ഗവൺമെന്റും കൂടി ഫണ്ടാണ്. അതാത് കാലഘട്ടത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൂടെ ശുപാർശ ചെയ്ത് ഇതുണ്ട് 60% അവര് 40% നമ്മള്, അങ്ങനെ വരുന്ന ഫണ്ടുകളാണ് അതെല്ലാം. ആ റോഡിന്റെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ റോൾ എന്താണ്? രാഹുൽ ഗാന്ധിയുടെ എംപിയുടെ റോൾ എന്താണ്? എംപിയുടെ റോഡല്ല. എംപി കത്ത് പോലും അയച്ചിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അത്. എംപി എംപി അയച്ച കത്ത് ഞാൻ പറയാം, എംപി അയച്ച ഞാൻ കത്ത് പറയാം, ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. ഈ കത്ത് പോലും അയച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു സംശയം. പറയട്ടെ, ആകെ 17 കോടി കിട്ടിയുള്ളൂ എന്ന് പറയുന്നത്. അല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ്. ഈ ഫണ്ട് അതല്ല. ഫണ്ടല്ല. എംപിക്ക് 17 കോടിയേ ഉള്ളൂ. അത് ഞാൻ അംഗീകരിക്കുന്നത്. ബാക്കി ശ്രദ്ധിക്കാതിരിക്കണ്ട. സദാനന്ദന്റെ മോദി സർക്കാരും ശ്രീ ശശീന്ദ്രന്റെ പിണറായി സർക്കാരും ചേർന്ന് അങ്ങനെ വിനിയോഗിച്ച റോഡാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തരാം. ഈ കത്ത് എംപിയുടെ അല്ല, അല്ല, കേന്ദ്ര ഗവൺമെന്റ്. ക്ലിയർ ചെയ്യൂ. ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ. 60:40 ഓരോരുത്തരായി. ഇത് നിതിൻ ഗഡ്കരിയുടെ കത്താണ്. ഈ കത്ത് നിങ്ങൾ, ഞാൻ വിചാരിച്ചു രാഹുൽ ഗാന്ധിയുടെ കത്തായിരിക്കും. അല്ല, നിതിൻ ഗഡ്കരിയുടെ കത്താണ്. ഓക്കെ. ഇതിന്റെ കോപ്പി ഇരിക്കുന്നേ. അദ്ദേഹത്തോടാണ് സംസാരിച്ചത്. ഞാനും അദ്ദേഹം തമ്മിലല്ലേ സംസാരിക്കുന്നത്. ഞാനും അദ്ദേഹം തമ്മിലാണ്. താങ്കളത് വിശദീകരിക്കും. നിതിൻ ഗഡ്കരിയുടെ കത്താണ്. ഇത് കേൾക്കണം. ശ്രീ പൗലോസ് വിശദീകരിക്കൂ. താങ്കൾ വിശദീകരിക്കൂ. രാഹുൽ ഗാന്ധിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് ഇത് കേൾക്കണം. നിങ്ങളുടെ കളിയാക്കലല്ല, കൃത്യമായി വസ്തുതകൾ രേഖാമൂലം പറയാൻ ഞാൻ തയ്യാറാണ്. ഇരിക്കണം. I am happy to share with you that your request regarding construction of 10 number of road works as listed below have been approved under the Central Road Infrastructure Fund. രാഹുൽ ഗാന്ധി റിക്വസ്റ്റ് ചെയ്ത പ്രകാരം 10 റോഡുകൾ അനുവദിച്ചിരിക്കും 145 കോടി രൂപ. ഇത് നിതിൻ ഗഡ്കരി എഴുതിയ കത്താണ്. ഇതാണ് കോൺഗ്രസിന്റെ വാദം. നേരത്തെ പറഞ്ഞാൽ ഒരു വ്യത്യാസത പറയണേ. എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെ അവഗണിക്കുന്നു എന്നാ പറഞ്ഞേ. ഇതൊക്കെ കേന്ദ്ര മോദിയുടെ ഫണ്ട്. നിതിൻ ഗഡ്കരി ഞങ്ങളും മന്ത്രിയാണ്. കോൺഗ്രസിന്റെ വിശദീകരണം കേട്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി യോജിച്ച് നടത്തുന്ന കുറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ളതാണ് അത്. കോമ്പോസിഷനാണ് 60:40 എന്നുള്ളത്. അതിലിങ്ങനെ എല്ലാ സ്ഥലത്തും പാസ്സാക്കി വരുന്നുണ്ട്. 145 കോടിയും കേന്ദ്ര സർക്കാർ തന്നതാ. അത് തന്നെ. അല്ലല്ല, അതിന്റെ ഉള്ള കോമ്പോസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ആ ഭാഗമായിട്ട് വരുന്ന റോഡുകളാണിത്. അങ്ങനെ റോഡുകൾ വരുന്നുണ്ട്. ശരി. എംപിയുടെ വിപുലമായ അദ്ദേഹത്തെ പോലൊരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരാൾ പാർലമെന്റിൽ ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങളുടെ പ്രശ്നം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സോളിഡ് ഇടപെടൽ എന്തായിരുന്നു എന്ന പ്രശ്നങ്ങളുണ്ട് പാർലമെന്റ്. അതാണ് നേരത്തെ വിമർശനം. ആ വിമർശനങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞാൽ പാർലമെന്റിനെ അങ്ങനെ വയനാടിന് വേണ്ടി ഫലപ്രദമായി അദ്ദേഹം വിനിയോഗിച്ചിട്ടില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ പോയിന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു വിശദീകരണം അക്കാര്യത്തിൽ വന്നാൽ നന്നാവും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്യജീവി മന്ത്രിയായ ഭൂപേന്ദ്ര യാദവിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഈ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള കത്ത് 13 ഡിസംബർ 2023 കൊടുത്തിരുന്നു. എന്തുകൊണ്ടൊരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചില്ല? സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഈ ആവശ്യങ്ങൾ കൃത്യമായി ശേഷം പാർലമെന്റ് നടന്നു. കേൾപ്പി, പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചാൽ ഈ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മന്ത്രി ഇവിടെ വന്നിട്ടേ അത് പിന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചില്ല എന്നുള്ള കാര്യം പറയുന്ന നിങ്ങളോട് നിങ്ങളുടെ മന്ത്രി കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിൽ കലക്ടറേറ്റിൽ വന്നിട്ട് ചർച്ച ചെയ്തപ്പോ എന്താണ് മന്ത്രി പറഞ്ഞത്? ഈ പറയുന്ന നിയമത്തിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ല, ഹണ്ടിങ് അനുവദിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല വന്യജീവികളുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും പ്രഖ്യാപിക്കാതെ പോയ മന്ത്രിയാണ്. ഒരൊറ്റ ചോദ്യം. ശ്രീ ശശീന്ദ്രൻ, ഈ കേന്ദ്ര നിയമം 1972 വന്നിരിക്കുന്നത്. ആ നിയമം അനുസരിച്ച് വന്യമൃഗങ്ങളെ പിടികൂടണമെങ്കിലും അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലണമെങ്കിലൊക്കെ പ്രത്യേകമായ നിയമങ്ങളുണ്ട്, ഗൈഡ് ലൈനും ഉണ്ട്. നിയമം മാത്രമല്ല, ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്. നേരത്തെ പറഞ്ഞ നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലാം. അതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നത്. ഭാസ്കരൻ എന്ന് പറഞ്ഞ ആളെ കൊന്ന കടുവയെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇപ്രാവശ്യം പ്രജീഷ് എന്ന് പറഞ്ഞ ആളെ കൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു. കഷ്ടകാലത്തിന് ആ കടുവ കൂട്ടുകുടുങ്ങിയാൽ പിന്നെ വെടിവെക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിയമപരമായ വിഷയങ്ങളാണതെല്ലാം. പിന്നീട് കലക്ടർക്ക് വെടിവെക്കാൻ പാടില്ല, അതാ വിഷയം. നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് വിട്ടുപോയിരിക്കുന്നത്. അല്ലാണ്ട് നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല.
അല്ല, നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കാര്യം പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഇത് തോന്നുന്നുണ്ടാവും. അങ്ങനെ തോന്നുന്നുണ്ട്. ഇത് നമ്മൾ തമ്മിലുള്ള വിഷയമല്ല, എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. നാടിൻ്റെ ഒരു ഭൂപേന്ദ്ര യാദവ് വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുക്കൾക്ക് നിരക്കാത്തതാണ്. ഭൂപേന്ദ്ര യാദവ് വന്നിട്ട് കേരളത്തിൽ പറഞ്ഞു, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല, നിങ്ങൾ പങ്കെടുത്തു എന്നാണ്, സദാനന്ദൻ പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. 10 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ് തരുന്നുണ്ട് എന്ന്. കേന്ദ്ര ഗവൺമെൻറ് തരുന്ന കണക്ക് ഞങ്ങൾ എടുത്തു. കഴിഞ്ഞ 2023-24 വർഷത്തിൽ 80 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ തന്നത്. 12 ലക്ഷം രൂപയാണ് വയനാട്ടിലേക്ക് കിട്ടിയത്. 80 അതൊക്കെ വെറുതെ പറയാണ്. ഇതാ കണക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്തുണ്ട്, ഞാൻ കണക്ക് കാണിച്ചു തരാം. സുഹൃത്തെ ഒന്ന് പറയട്ടെ. അതെ, കേന്ദ്ര നിയമം മാറാതെ ഇനി BJP അല്ല, കോൺഗ്രസ് അല്ല, CPM അല്ല, ആര് വിചാരിച്ചാലും കേന്ദ്ര നിയമം മാറാതെ മാറ്റാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് കേരള നിയമസഭയിൽ ഏകകണ്ഠമായി UDF-ഉം LDF-ഉം ചേർന്ന് പാസ്സാക്കിയതാണ് 2024 ഫെബ്രുവരി 14 ഈ പ്രമേയം. യോജിച്ച് പാസ്സാക്കിയതാണ്. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ അതിൽ മാറ്റം വരണം. നമുക്ക് മാറ്റം വരാൻ നല്ലപോലെ ഇടപെടണം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായി അത് ഉയർന്നേ മതിയാവും. വയനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ഇത് മാറുന്നു എന്ന കാര്യത്തിൽ 3 പേർക്കും സംശയമില്ലല്ലോ. വയനാട്ടുകാരെ എല്ലാവരും വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു അജീഷിൻ്റെ മരണം. അദ്ദേഹത്തെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ എല്ലാവർക്കും വിഷമമുണ്ട്. അദ്ദേഹത്തിന് കർണാടക ഗവൺമെൻറ് ഒരു 15 ലക്ഷം രൂപ പാസ്സാക്കിയ സമയത്ത് നിങ്ങളുടെ BJP-യുടെ പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ടാണ് ആ പൈസ കൊടുക്കുന്നത് ശരിയല്ല എന്ന രീതിയിൽ അവിടെ കർണാടകയിൽ അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയും ഒരു വൈകാരികത ഉണർത്തുകയും ചെയ്ത്. ഇതിൽ നിന്ന് BJP-ക്ക് കിട്ടിയ ലാഭം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അത് നിങ്ങൾ പറയുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് അക്കരം ഒരു നീക്കം നടത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വയനാടിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ കാതലായ വിഷയം നിങ്ങൾ അവതരിപ്പിച്ചു. അതേക്കുറിച്ച് ഇവരവരുടെ ആശങ്കയും തർക്കങ്ങളും എല്ലാം പറഞ്ഞു. അതിൽ എന്ത് നിലപാട് BJP-ക്ക് ജനങ്ങൾക്ക് ആശ്വാസം പകരും വിധം ഈ തെരഞ്ഞെടുപ്പിൽ വെക്കാൻ കഴിയുമോ? അങ്ങനെ വെക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വയനാട്ടുകാരോട് വോട്ട് ചോദിക്കാനാവുക? BJP-യെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ നാടും കാടും വേർതിരിക്കുക, സംഘർഷം ഒഴിവാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രൊജക്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. അത് പ്രൊജക്റ്റ് സമർപ്പിക്കട്ടെ കേന്ദ്രത്തിൽ. അങ്ങനെ സമർപ്പിച്ചിട്ട് കേന്ദ്രം അത് തരുന്നില്ലെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് റെയിൽവേയുടെ കാര്യം എത്ര കാലം ചർച്ച ചെയ്തു? ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് വയനാട്ടിൽ റെയിൽവേ ഉണ്ട് എന്ന് പറയാൻ ജില്ലയുടെ ആശങ്കകൾക്കൊപ്പം നിന്നായിരിക്കുമോ കോൺഗ്രസ് ഇത്തവണ വോട്ട് ചോദിക്കുക? തീർച്ചയായിട്ടും വയനാട്ടിലെ വന്യമൃഗശല്യം തന്നെയാണ് ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ആ വന്യമൃഗശല്യം നിലവിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ആളുകളെന്ന രീതിയിൽ 52 വർഷങ്ങൾക്ക് മുമ്പുള്ള അന്നത്തെ സാഹചര്യത്തിലുള്ള കേന്ദ്ര വനം പരിസ്ഥിതി നിയമം ഭേദഗതി ചെയ്യണം. കാലാനുസൃതമായ മാറ്റം വേണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്, ഈ നിയമം ഭേദഗതി ചെയ്യണം. മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്ന അപകടകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ തന്നെ അനുവാദം വേണം. വന്യമൃഗശല്യം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചോളം വളരെ രൂക്ഷമാണ്. എല്ലാ ജനവിഭാഗങ്ങളും അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ യോജിച്ച് നിൽക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ വയനാടിൻ്റെ പ്രത്യേകത, കർണാടകവും തമിഴ്നാടും കൂടി നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട്. കേരളത്തിൻ്റെ വനംവകുപ്പ് മന്ത്രിയും കർണാടക വനംവകുപ്പ് മന്ത്രിയും തമ്മിൽ ചർച്ച നടത്തി ഒരു പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയും. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയം ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. കടലും കാടും കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. പ്രോജക്റ്റിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. പ്രോജക്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം. 620 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്, 1670 നിർദ്ദേശങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ഒരു തവണ സമർപ്പിച്ചു, തള്ളി. ഈ കഴിഞ്ഞ മാസം നമ്മൾ ഡൽഹി സമരത്തിൻ്റെ ഭാഗമായി വീണ്ടും വനംവകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും കൂടി വീണ്ടും കൊടുത്തു. ഇത് ഭൂപേന്ദ്ര യാദവിൻ്റെ കത്താണ് കേരള ഗവൺമെൻറ് ഉള്ളത് 2023. ദ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം മിനിസ്ട്രി ഫോർ മാനേജിംഗ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഫോർ എ കോസ്റ്റ് ഓഫ് ₹620 crore, 620 കോടി രൂപയുടെ പണം ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇതാണ് കേന്ദ്രം എടുക്കുന്ന നിലപാട്. പിന്നീട് അതേ ദിവസം ഈ മന്ത്രിമാർ പോയി കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ദില്ലിയിലുണ്ട്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ വളരെ നിരാശാജനകമായിട്ടാണ് ഈ മന്ത്രിമാരെന്ന് സംസാരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ ഇന്നത്തെ നിയമക്കുരുക്കളെല്ലാം ഒഴിവാക്കി അതാണ് ആധുനിക ലോകത്തും നടക്കുന്നത്. തിരിച്ചങ്ങോട്ട് തന്നെ അയക്കുകയോ അപ്പോൾ അപകടകാരികളാണെങ്കിൽ പിടികൂടുകയോ ഒക്കെ ചെയ്യുന്ന നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ടി കഴിയണം. വന്യമൃഗം യഥേഷ്ടം ജനവാസ കേന്ദ്രത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി പാടില്ല. ആ നിയമത്തിലൊരു മാറ്റം ഉണ്ടാവണം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞങ്ങളത് ഉന്നയിക്കുകയാണ്. മെഡിക്കൽ കോളേജ് 2021 വയനാട്ടിൽ പ്രഖ്യാപിച്ചത്. 3 വർഷം പ്രായമായിട്ടേ ഉള്ളൂ.
അതിനനുസരിച്ചുള്ള വികസനമൊക്കെ അവിടെ നടക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. 8 വർഷമായിട്ടാണ് ഇടുക്കിയിലെയും കോന്നിയിലൊക്കെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഒന്ന് തുറന്നത്, 8 വർഷത്തിന് ശേഷം. അതുകൊണ്ട് 3 വർഷം കൊണ്ടൊന്നും മെഡിക്കൽ കോളേജ് ആവില്ല ആര് വിചാരിച്ചാലും. പക്ഷേ അതിൻ്റെ വേണ്ടിയുള്ള വേഗതയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. വയനാടിൻ്റെ പൊതു ആവശ്യങ്ങൾ വളരെ ശക്തവും സജീവവുമാണ്. ഈ ചർച്ചയിലും ഏറ്റവും അധികം ഉയർന്നു കേട്ടതാണ്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങൾ വലിയ ചർച്ചയാകുമ്പോൾ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായി വയനാടിൻ്റെ വലിയ ആശങ്കകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വലിയ പരിഗണനയുണ്ട്. അതടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നണികൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് പടക്കളം ഇപ്പോൾ കൽപ്പറ്റയിൽ നമ്മളിപ്പോൾ കണ്ടത്. എല്ലാവരും വളരെ സജീവമായി, വളരെ ആവേശമായി, അല്പം കൈവിട്ട നീലയിലൊക്കെ ഇടയ്ക്ക് നമ്മൾ കണ്ടെങ്കിലും പക്ഷേ പ്രശ്നത്തെ ഏറ്റവും സജീവമായി അവതരിപ്പിച്ചുകൊണ്ട് വയനാട് നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ്. കൽപ്പറ്റ എന്ന് മാത്രം പറഞ്ഞാൽ ചുണ്ടാൽ എന്നുകൂടി പറയണം എന്നുകൂടിയാണ് അവരുടെ. ഞാൻ ആദ്യം അത് പറഞ്ഞിരുന്നു. ശക്തമായ ചൂടുപിടിച്ച വാക്കേറ്റത്തിൻ്റെ സ്വഭാവമുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കണ്ടെങ്കിലും അതെല്ലാം അവിടെ അവസാനിച്ചു. സന്തോഷത്തോടെ സമാധാനത്തോടെ പിരിഞ്ഞുകൊണ്ട് ആവേശകരമായി, എന്നാൽ പറയേണ്ട രാഷ്ട്രീയവും സാമൂഹ്യ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ വയനാട് മുന്നോട്ട് പോകുന്നു എന്നാണ് പടക്കളത്തിലൂടെ പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിന്. താങ്ക് യു.